ഭാരത സൈന്യം കൃത്യമായി പറയട്ടെ. ഏതായാലും വാർത്തകൾ നിരവധി പുറത്തു വരുന്നുണ്ട്. ഒന്ന് ശരിയാണ്, അതിർത്തി കടന്നപ്പുറത്തേക്ക് ചെന്ന് അവരുടെ റഡാർ സംവിധാനങ്ങളെയൊക്കെ പൊളിച്ച് നമുക്ക് ലാഹോറിലും ഇസ്ലാമാബാദിലും കറാച്ചിയിലും പെഷവാറിലും റാവൽപിണ്ടിയിലുമൊക്കെ കനത്ത ആക്രമണം അഴിച്ചുവിടാൻ കഴിയുന്നുണ്ട് എന്നത് ശരിയായ വാർത്തയാണ് എന്നുറപ്പാണ്. ഗൗതം, പറയൂ. പാകിസ്ഥാന് വിറപ്പിക്കുന്നു ഭാരതം. ഇന്ന് വാർത്താ സമ്മേളനം നടത്തി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ഒക്കെ പറഞ്ഞത് ആക്രമണം തുടങ്ങി വയ്ക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല, പക്ഷേ തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കാൻ ഞങ്ങൾക്കാകും എന്നാണ്. ओ चल रहा है देखो। हाँ, रेड लाइट दिख रही है बस। ഗൗതം ഒപ്പം ചേരുന്നുണ്ട്. ഗൗതം, നമ്മുടെ അതിർത്തി കടന്ന് കയറാനുള്ള ശ്രമം നമ്മൾ ചെറുക്കുന്നു. അത് പഞ്ചാബ് അതിർത്തിയാകട്ടെ, രാജസ്ഥാനിലാകട്ടെ, കശ്മീരിലാകട്ടെ, ഗുജറാത്തിലാകട്ടെ ഒക്കെ കൃത്യമായ സംവിധാനം ഒരുക്കി നമ്മൾ ചെറുത്തു നിൽക്കുന്നുണ്ട്. അവരുടെ ആക്രമണങ്ങളെ തകർത്തിടുന്നുമുണ്ട്. പക്ഷെ നമ്മൾ ലാഹോറിലടക്കം കടന്നു കയറി ചെല്ലുന്നു. ഇസ്ലാമാബാദിൽ, കറാച്ചിയിലൊക്കെ വലിയ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. നമ്മുടെ സർവ സേനയും സജ്ജമായി തന്നെ പുറപ്പെട്ടോ? കൃഷ്ണാജ്, ഇപ്പോഴത്തെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന അറ്റാക്കിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് നമ്മുടെ 3 സേനാ വിഭാഗങ്ങളും സംയുക്തമായാണ് ഈ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസം സൈന്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ അക്കാര്യം പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിന് നേതൃത്വം നൽകുന്നത് കര, വ്യോമ, നാവിക സേനകളാണ്. ഏറ്റവും ഒടുവിൽ 99-ലെ കാർഗിൽ യുദ്ധകാലത്തൊക്കെ കരസേന നേരിട്ടാണെന്ന് പോർമുഖത്ത് ഉണ്ടായിരുന്നത്. കരസേനയ്ക്ക് വേണ്ട പിന്തുണയാണ് അന്ന് വ്യോമസേന നടത്തിയത്. അന്നും വ്യോമസേന വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയതും നാജി ഗേദയെ പോലെയുള്ള നമ്മുടെ ഫൈറ്റർ പൈലറ്റുമാർ അന്ന് പാകിസ്ഥാന്റെ പിടിയിലായതൊക്കെ നമുക്ക് കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉള്ള ഓർമ്മകളാണ്. പക്ഷെ അന്നും കരസേന നടത്തിയ മൂവ്മെന്റുകൾക്കുള്ള പിന്തുണയാണെന്ന് വ്യോമസേന നടത്തിയത്. നേരിട്ട് പോർമുഖത്തേക്ക് വ്യോമസേന എത്തുന്നുണ്ടായിരുന്നില്ല. നാവികസേനയും കാർഗിൽ യുദ്ധകാലത്ത് നേരിട്ട് അതിൽ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓപ്പറേഷൻ 3 സേനാ വിഭാഗങ്ങൾ
വിഭാഗങ്ങൾ സംയുക്തമായി തന്നെ നടത്തുകയാണ്. ഇതിൽ ഏറ്റവും നിർണായകമായ ഇപ്പോഴത്തെ അപ്ഡേഷനുകളിൽ ഒന്ന് നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന്റെ നാവികസേന കൂടി ആക്ഷനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കറാച്ചി എന്ന പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാവികസേനയുടെ കേന്ദ്രവും അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഷിപ്പിംഗ് മേഖലയുമായിട്ടുള്ള കറാച്ചി ലക്ഷ്യമിട്ടുകൊണ്ട് ചില ആക്രമണം നാവികസേന നടത്തി എന്നത് സംബന്ധിച്ചുള്ള വാർത്തകളുണ്ട്. പക്ഷേ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ത്യൻ സൈന്യം ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും നൽകേണ്ടതുണ്ട്. എന്തായാലും നേരത്തെ മുതൽ തന്നെ നാവികസേന സജ്ജമാകുന്നുണ്ടായിരുന്നു. അക്കാര്യം ഇന്ത്യൻ നേവി തന്നെ വ്യക്തമാക്കിയതാണ്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പലുകൾ, അത് INS വിക്രാന്തും INS വിക്രമാദിത്യവുമാണ്. അതിൽ നമ്മൾ തന്നെ സ്വയം പണി കഴിപ്പിച്ച തദ്ദേശീയമായി നിർമ്മിച്ച നമ്മുടെ അഭിമാനമായ INS വിക്രാന്ത് ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ തന്നെ അത് ഉൾക്കടലിലേക്ക് സർവ്വസജ്ജമായി നീങ്ങി എന്ന കാര്യം ഇന്ത്യൻ നേവി തന്നെ വ്യക്തമാക്കിയതാണ്. മാത്രമല്ല INS സൂറത്ത് പോലെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട പോർ പടക്കപ്പലുകളിൽ നിന്നും നമ്മൾ മിസൈലുകൾ, ഹസ്രദൂര മിസൈലുകൾ അന്ന് പരീക്ഷിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. ഏതാണ്ട് 1.5 ആഴ്ചകൾക്ക് മുമ്പാണ് ആ പരീക്ഷണം ഇന്ത്യൻ നേവി ഗുജറാത്തിലെ സൂറത്ത് തീരത്ത് വെച്ച് നടത്തിയത്. മീഡിയം റേഞ്ചിലുള്ള ചില മിസൈലുകൾ അന്ന് കടൽ മാർഗം ഭാരതം പരീക്ഷണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് വലിയൊരു സൈനിക നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ തങ്ങൾ സജ്ജമാണ് എന്ന കൃത്യമായ സന്ദേശം നൽകുന്നതായിരുന്നു ഭാരതത്തിന്റെ നാവികസേനയുടെ ആ പരിശീലനം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ INS വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങി എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ അന്ന് തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. എന്തായാലും ഇപ്പോൾ കറാച്ചിയിലേക്ക് ഭാരതത്തിന്റെ നാവികസേന വലിയ ചില അറ്റാക്കുകൾ നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കറാച്ചി പോർട്ട് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണമാണ് ഭാരതത്തിന്റെ നാവികസേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 1971 യുദ്ധത്തിലാണ് നാവികസേന അവസാനമായി നേരിട്ട് യുദ്ധമുഖത്തേക്ക് എത്തിയത്. അന്ന് കറാച്ചി നാവിക താവളം പൂർണ്ണമായി തന്നെ തകർക്കുന്ന രീതിയിലുള്ള വലിയ പ്രത്യാക്രമണം ഇന്ത്യൻ നേവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം. അതിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നീക്കം ഇപ്പോൾ നാവികസേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഓപ്പറേഷന്റെ ഏറ്റവും വലിയ സുപ്രധാനമായ ഘടകം എന്നത് തന്നെ ഈ 3 സേനകളും സംയുക്തമായി തന്നെ ഈ ഓപ്പറേഷന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. കാരണം കാർഗിൽ യുദ്ധത്തിന് ശേഷമുള്ള റിവ്യൂ കമ്മിറ്റിയിൽ തന്നെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായി, അതായത് ഇനിയൊരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ അതിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റി പഠിക്കുന്നതിനായും കാർഗിൽ യുദ്ധകാലത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേപ്പറ്റി പഠിക്കുന്നതിനും വേണ്ടിയാണ് അന്ന് കാർഗിൽ റിവ്യൂ കമ്മിറ്റി അന്നത്തെ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ചത്. അന്ന് ആ കാർഗിൽ റിവ്യൂ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്ന് നമുക്കൊരു തിയേറ്റർ കമാൻഡ് ആവശ്യമാണ് എന്നുള്ളതായിരുന്നു. അതായത് 3 സേനകളെയും ഒരുമിച്ച് നയിക്കുവാൻ ഒരു സംയുക്ത സേനാ മേധാവി എന്നത് കാർഗിൽ റിവ്യൂ കമ്മിറ്റി മുന്നോട്ട് വെച്ച നിലപാടാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമാണ് സംയുക്ത സേനാ മേധാവി എന്ന തിയേറ്റർ കമാൻഡ് നിലവിൽ വരുന്നത്. 3 സേനകളെയും ഒരുമിച്ച് നയിക്കാൻ സംയുക്ത സേനാ മേധാവി എത്തുന്നു. അങ്ങനെ ഈ ഓപ്പറേഷനിൽ ഇപ്പോൾ 3 സേനാ വിഭാഗങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നത്. കരസേനയും വ്യോമസേനയും ഇപ്പോൾ നാവികസേനയും ആക്ഷനിലേക്ക് എത്തുകയാണ്. കൃഷ്ണരാജ്. യെസ്, പക്ഷേ ഈ കറാച്ചി തുറമുഖം തകർക്കപ്പെട്ടു എന്ന വാർത്തയുമായി ചേർത്ത് വയ്ക്കാവുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഗൗതം നൽകിയത്. കാരണം നാവികസേനയുടെ ആക്രമണം അവിടേക്കുണ്ടായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. മറ്റൊന്ന്, ഈ പാക് പ്രധാനമന്ത്രിയുടെ വീടിനടുത്ത് വലിയ സ്ഫോടനമുണ്ടായെന്നും അദ്ദേഹവും കുടുംബവും ഒക്കെ ബംഗറിലേക്ക് ഒളിച്ചുവെന്ന വാർത്ത വരുന്നു. അസിം മുനീർ പിടിയിലായ എന്ന വാർത്ത വരുന്നു. 2 പാക് പൈലറ്റുകൾ പിടിയിലായി. ഇതിൽ സ്ഥിരീകരിച്ചതും സ്ഥിരീകരിക്കാൻ പ്രയാസമുള്ളതും അവിടെയൊക്കെ എത്തിയോ കാര്യങ്ങളെന്ന് തോന്നിപ്പിക്കുന്നതുമായ പല പല വാർത്തകൾ വരുന്നുണ്ട്. ഗൗതം. കൃഷ്ണരാജ്, ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ ഒന്ന്, ഈ ഷഹബാസ് ഷെരീഫിന്റെ ഇസ്ലാമാബാദിലെ ഔദ്യോഗിക വസതിക്ക് തൊട്ടടുത്തായി ഒരു വലിയ സ്ഫോടനമുണ്ടായി എന്നും അതിനുശേഷം ഷഹബാസ് ഷെരീഫിനെ ആദ്യം ഇദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മാറ്റി എന്നതായിരുന്നു ആദ്യം സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഒരു വാർത്ത എന്നത്. അതിനുശേഷം പിന്നീട് ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തേക്ക് വരികയാണ്. കാരണം പാകിസ്ഥാനിൽ ആകെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക്
തന്നെ നമ്മൾ കണ്ട കാഴ്ചകൾ നമ്മൾ അന്നേരം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് പാകിസ്ഥാന്റെ നാഷണൽ അസംബ്ലിയിൽ, അതായത് അവരുടെ പാർലമെന്റിൽ പല നേതാക്കന്മാരും പൊട്ടിക്കരയുകയും ആശങ്ക പ്രകടിപ്പിക്കുകയും ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും അവരുടെ വാക്കുകളും ഒക്കെ നമ്മൾ അപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ ബങ്കറിൽ ഒളിച്ചിരിക്കുന്നു, കുടുംബസമേതം ബങ്കറിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാക്കുന്ന വിവരം. ഒപ്പം മറ്റൊരു സുപ്രധാനമായ വാർത്ത പാകിസ്ഥാനിൽ നിന്നും വരുന്നത് അവരുടെ സൈനിക മേധാവിയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ലെന്ന് പറയാൻ കഴിയുന്നത് ഈ ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ സൈനിക മേധാവി ജനറൽ അസീം മുനീർ ആണ്. അദ്ദേഹത്തെ പലപ്പോഴും മാധ്യമങ്ങൾ, പല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും വിശേഷിപ്പിക്കുന്നത് ദ ജിഹാദി ജനറൽ എന്നതാണ്. കാരണം അത്രത്തോളം മതവിദ്വേഷം ഉള്ളിൽ ഒതുക്കുകയും അതിതീവ്രമായ മുസ്ലിം നിലപാട് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന ഒരു ജിഹാദി മൈൻഡ് സെറ്റ് ഉള്ള പഴയ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുടെ പഴയ തലവനാണ്. ഇയാളാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ അടുത്ത കാലത്ത് നടത്തിയ ഒരു വലിയ വൈകാരിക പ്രസംഗത്തിന് പിന്നാലെയായിരുന്നു പഹൽഗാമിൽ ഭീകരാക്രമണം പോലും. ആ വൈകാരിക പ്രസംഗത്തിന്റെ അടിസ്ഥാനം എന്നത് തന്നെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും വേർതിരിക്കുന്നതായിരുന്നു. മുസ്ലിങ്ങൾക്ക് ഒരു കാരണവശാലും ഹിന്ദുക്കൾക്കൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്നും മുസ്ലിങ്ങളുടെ സംസ്കാരവും ജീവിത രീതിയും ആശയങ്ങളും എല്ലാം ഹിന്ദുക്കളുമായി വേർവിട്ടതാണെന്നും, അതായത് 1947 നമ്മുടെ രാഷ്ട്രത്തിന്റെ വിഭജനത്തിന് കാരണമായ മുഹമ്മദ് അലി ജിന്ന, മുസ്ലിം ലീഗും മുഹമ്മദ് അലി ജിന്നയും മുന്നോട്ട് വെച്ച 2 നേഷൻ തിയറിയെ അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ഈ ജനറൽ അസീം മുനീർ നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇസ്ലാമിക മതമൗലികവാദികൾ കലിമ ചൊല്ലാൻ അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള വലിയ ഭീകരാക്രമണം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടത്തിയതൊക്കെ. അപ്പോൾ ഈ പട്ടാള മേധാവി എന്നത് ഒരു കൊടിയ മത തീവ്രവാദിയാണ്. ഇയാളൊരു ജിഹാദി മനോഭാവം വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ് അസീം മുനീർ. ഈ അസീം മുനീറിനെ ഇപ്പോൾ അട്ടിമറിച്ചു എന്ന ഒരു വാർത്ത വരുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കുന്ന വാർത്തയല്ല, മറിച്ച് വാർത്തയായി വരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അതൊരു സ്ഥിരീകരണം ആവശ്യമാണ്. അസീം മുനീറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നും ആ സ്ഥാനത്തേക്ക് മറ്റു ചിലരെ പട്ടാള മേധാവി എന്ന സ്ഥാനത്തേക്ക് മറ്റു ചിലരെ പ്രതിഷ്ഠിച്ചു എന്നൊക്കെയുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ കൂടി ഇപ്പോൾ ഇസ്ലാമാബാദിൽ നിന്ന് പുറത്തു വരികയാണ്. എന്തായാലും അസീം മുനീറിന് പാകിസ്ഥാനിൽ തന്നെ ശത്രുക്കൾ ഏറെയാണ്. ഇയാൾ പഴയ ISIയുടെ തലവനായിരുന്ന സമയത്ത് തന്നെ ഇയാൾക്ക് രാഷ്ട്രീയ ശത്രുക്കളും അല്ലാതെ സൈന്യത്തിൽ തന്നെ ധാരാളം ശത്രുക്കളും ഉണ്ടായിരുന്നു. അതുകൂടാതെയാണ് ഇപ്പോൾ അടുത്ത കാലത്ത് സൈനിക മേധാവി സ്ഥാനത്ത് എത്തിയതിനു ശേഷം തുടർച്ചയായി ഭാരതവുമായി സംഘർഷത്തിൽ ഏർപ്പെടാൻ ഇയാൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. അങ്ങനെയുള്ള അസീം മുനീറിനെ ഇപ്പോൾ അട്ടിമറിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ സൈനിക മേധാവി സ്ഥാനത്തേക്ക് മറ്റ് ചിലർ അവരോധിക്കപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ കൂടി ഇപ്പോൾ ഇസ്ലാമാബാദിൽ നിന്നും വരുന്നുണ്ട്. കൃഷ്ണരാജ്, യുദ്ധ സമാന സാഹചര്യം എന്നേ നമുക്ക് ഇപ്പോൾ പറയാനാവും. പക്ഷേ യുദ്ധം തന്നെയാണ്, പ്രഖ്യാപിക്കപ്പെടാത്ത യുദ്ധം. പാകിസ്ഥാനെ നിലം തൊടിക്കുന്നില്ല ഭാരതം എന്ന വാർത്തകൾ തന്നെയാണ് വരുന്നത്. അതിർത്തി കടക്കാൻ പലപ്പോഴായി ശ്രമിച്ചുവെങ്കിൽ പോലും അവിടെ തന്നെ തകർത്തിടുകയായിരുന്നു ഭാരതം. 3 യുദ്ധവിമാനങ്ങൾ, 50-ലേറെ ഡ്രോണുകൾ. അപ്രതീക്ഷിതമായൊരു അറ്റാക്കിനാണ് പാകിസ്ഥാൻ ശ്രമിച്ചതെങ്കിലും കരുതിക്കൂട്ടിയിരുന്ന ശക്തമായ പ്രതിരോധ സംവിധാനമുള്ള ഭാരതം അതൊക്കെയും മുളയിലേ നുള്ളി തകർത്ത് കളഞ്ഞു. മറുവശത്ത് പാക് ഡ്രോണുകൾ പോലും തിരിച്ചറിയും മുന്നേ ലാഹോറിലും കറാച്ചിയിലും ഇസ്ലാമാബാദിലും പെഷവാറിലും റാവൽപിണ്ടിയിലും ഒക്കെ എത്തി പാക് കേന്ദ്രങ്ങളിൽ ബോംബ് വർഷിക്കുന്നു ഭാരതം. സംയുക്തമായ ആക്രമണം. കറാച്ചി തുറമുഖം തകർന്നുവെന്ന വാർത്ത നമ്മൾ കേട്ടതാണ്. പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും കറാച്ചി തുറമുഖം ലക്ഷ്യമാക്കി നാവികസേനയുടെ ആക്രമണം നടക്കുന്നുണ്ട് എന്നാണ്. ഡൽഹിയിൽ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി വിവിധ സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തി. വൈകിയ വേളയിൽ നടന്നതാണ്. അതിനുശേഷം ആക്രമണം കടുപ്പിക്കുന്നു ഭാരത സൈന്യം. ഗൗതം, പുതിയ വിവരങ്ങൾ. കൃഷ്ണജെ, ഡൽഹിയിലും തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് അദ്ദേഹം പകൽ സമയത്തും 7 ലോക്ക് കല്യാൺ മാർഗിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു. അതിനുശേഷമാണ് രാത്രിയിൽ ഈ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ശേഷം വീണ്ടും രാത്രിയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയെ കണ്ടു. അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BSFന്റെയും CISFന്റെയും തലവന്മാരുമായി ചർച്ച നടത്തി. കാരണം BSF ആണ്
രാജ്യാന്തര അതിർത്തിയിൽ പാകിസ്ഥാനുമായുള്ള രാജ്യാന്തര അതിർത്തിയിൽ കാവൽ നിൽക്കുന്നത്. രാജ്യാന്തര അതിർത്തി ജമ്മു, അതോടൊപ്പം തന്നെ പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലൂടെ കടന്നു പോകുന്നത്. അതിനാൽ LOCയിൽ ഒഴികെയുള്ള ബാക്കി സ്ഥലങ്ങളിൽ കാവൽ നിൽക്കുന്നത് BSF ആണ്. അതിനാൽ BSF തലവനുമായും അതുപോലെ തന്നെ CISFന്റെ എയർപോർട്ടുകൾക്കും എയർപോർട്ടുകൾക്കും അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകൾക്കുമൊക്കെ കാവൽ നിൽക്കുക CISFന്റെ കരുത്തന്മാരായിട്ടുള്ള ജവാന്മാരാണ്. എന്തായാലും CISF തലവനുമായും ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാത്രിയിൽ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഒപ്പം സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ അദ്ദേഹം നോർത്ത് ബ്ലോക്കിലെത്തി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കണ്ട് അതിർത്തിയിലെ സാഹചര്യങ്ങൾ നേരിട്ട് ധരിപ്പിച്ചു. ഇത്തരത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് തിരക്കിട്ട ചർച്ചകൾ ഇന്ന് രാത്രിയിലും നടക്കുന്നു. ഈ സമയത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഉറങ്ങാതെ അക്ഷമരായി കൃത്യമായി തന്നെ അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ വിലയിരുത്തുകയും മറ്റ് കൂടിക്കാഴ്ചകൾ ഇപ്പോഴും 7 ലോ കല്യാൺ മാർഗിൽ തുടർന്നുകൊണ്ടും ഇരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ രാത്രി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാത്ത രാത്രിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ രാത്രി വളരെ നിർണായകമാണ്. കാരണം പാകിസ്ഥാൻ ഇങ്ങോട്ട് കാണിച്ച പ്രകോപനത്തിന് എണ്ണി ഭാരതം മറുപടി നൽകുകയാണ് ഈ രാത്രിയിൽ. നിലവിൽ പാകിസ്ഥാനിലെ പല നഗരങ്ങളിലും ഭാരതത്തിന്റെ പ്രത്യാക്രമണം മിസൈലുകളായി വർഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കും എന്നതാണ് ആകാംക്ഷ. ഭാരതത്തിന്റെ നാവികസേനയാണ് ഇപ്പോൾ ആക്ഷനിലേക്ക് എത്തിയിരിക്കുന്നത്. കറാച്ചി പോർട്ടിൽ ചില വലിയ തിരിച്ചടികൾ ഭാരതം നൽകിയെന്നത് സംബന്ധിച്ചുള്ള വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട്. കൃഷ്ണരാജ് ചേരുന്നുണ്ട്. നന്ദഗോപൻ, ഈ പഠാൻകോട്ടിൽ പാക് യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്നൊരു വാർത്ത വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 4ാമത്തെ പാക് യുദ്ധവിമാനം നമ്മൾ വെടിവെച്ചിട്ടു എന്നാണ് അല്ലേ? അങ്ങനെയാണ് അനുമാനിക്കേണ്ടത്. അതും ഈ 4ാമത്തെ യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്നുള്ള കാര്യം ഇനിയും സ്ഥിരീകരിക്കാറായിട്ടില്ല. അത്തരം ചില അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം INS വിക്രാന്തിൽ നിന്നും ശക്തമായ ആക്രമണം ഈ കറാച്ചി തുറമുഖത്തിന് നേരെ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ അതേതാണ്ട് സ്ഥിരീകരിക്കാറായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കൃഷ്ണരാജ്, ഇപ്പോൾ അതിന്റെ ചില ദൃശ്യങ്ങളും മറ്റും പുറത്തു വരുന്നുണ്ട്. കറാച്ചി ഈ പോർട്ടിൽ ആക്രമണം നടത്തി അത് പൂർണ്ണമായും തകർന്നടിഞ്ഞ് അവിടെ വലിയ അഗ്നിനാളങ്ങൾ ജ്വലിക്കുന്ന ചില ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. അത് കറാച്ചി തുറമുഖം തന്നെയാണ് എന്നുള്ളതാണ് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും അത്തരം അനുമാനങ്ങൾക്കോ അല്ലെങ്കിൽ ഊഹങ്ങൾക്കോ സ്ഥാനമില്ല. ഇത് കൃത്യമായി തന്നെ പ്രതിരോധ മന്ത്രാലയം അത് വാർത്താക്കുറിപ്പിലൂടെയോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിലൂടെയോ അത് വ്യക്തമാകുന്നത് വരെ അത് അഭ്യൂഹങ്ങളായി മാത്രം തുടരുന്നു. ഏതായാലും നമുക്കറിയാം, നേരത്തെ തന്നെ അറബിക്കടലിൽ ഗുജറാത്ത് തീരത്ത് INS വിക്രാന്ത് നേരത്തെ തന്നെ നങ്കൂരമിട്ട് കിടക്കുകയാണ്. എന്തിനും ഏതിനും ഏതാക്രമണത്തെ തടയുവാനും ഏതാക്രമണം നടത്തുവാനും INS വിക്രാന്ത് തയ്യാറായി ഈ തുറമുഖങ്ങൾ ഈ കറാച്ചി തുറമുഖം അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് നങ്കൂരമിട്ടിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് INS വിക്രാന്തിൽ നിന്നുമുള്ള ഈ മിസൈൽ വർഷം അത് പൂർണ്ണമായും ഈ കറാച്ചി പോർട്ടിനെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതേസമയം തന്നെ ഏത് ആക്രമണത്തെ ചെറുക്കുവാൻ വേണ്ടിയും ഭാരതം സുസജ്ജമായി നിൽക്കുന്നു. ഇതിനോടകം തന്നെ പ്രേക്ഷകർ കൃത്യമായി അറിയുന്നതിന് വേണ്ടിയാണ്, അതായത് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം രാജ്യത്ത് ഈ യാത്ര ചെയ്യുന്ന വ്യോമ യാത്രകൾക്ക് കൃത്യമായൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 3 മണിക്കൂർ മുമ്പെങ്കിലും എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ നടപടികൾ ആരംഭിക്കണമെന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമായും ഇപ്പോൾ ഈ യാത്രക്കാർക്ക് ഈ വിവിധ എയർലൈൻസുകളും അതേപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയവും നൽകിയിട്ടുള്ളത്. ചെക്ക് ഇൻ നടപടികൾ അത് കൃത്യമായി ഇതിനോടകം തന്നെ ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ CISF മേധാവി ഭാരതത്തിലെ എയർപോർട്ടുകളുടെ സുരക്ഷാ ചുമതലയുള്ള സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ DGയുമായി കൂടിക്കാഴ്ച നടത്തി സംഭാഷണം നടത്തിയിരുന്നു. അത് മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളുടെയും സെക്യൂരിറ്റി ഒന്നുകൂടി വിലയിരുത്തുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത്. ഇതിന്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രധാനമായും രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളുടെയും സുരക്ഷ വർദ്ധിപ്പിച്ച് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് 3 മണിക്കൂർ മുമ്പെങ്കിലും യാത്രക്കാർ ചെക്ക് ഇൻ നടപടികളിലേക്ക് കടക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതാണ്ട് 75 മിനിറ്റ് മുമ്പ് ഗേറ്റുകൾ അടയ്ക്കുമെന്നുള്ള സൂചനകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികളും പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ഭാരത
ഭാഗത്ത് കൃത്യമായി തന്നെ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല മേഖലകളിലും ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ നൗഷാര സെക്ടറിൽ അവിടെ വലിയ രീതിയിലുള്ള വെടിവെപ്പ് നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. നൗഷാര സെക്ടറിലേക്ക് പാകിസ്ഥാൻ ഷെല്ലാക്രമണങ്ങളും അതേപോലെ തന്നെ യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് BSFന്റെ ഔട്ട് പോസ്റ്റുകളിലേക്ക് വെടിയുതിർക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ശക്തമായി തന്നെ ഈ നൗഷാരയിൽ അവിടെ ഭാരതത്തിന്റെ BSF ശക്തമായി തന്നെ പ്രതിരോധിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ ഈ നൗഷാരയിൽ തന്നെ 2 പാകിസ്ഥാൻ ഡ്രോണുകൾ ഇതിനോടകം തന്നെ വെടിവെച്ചിട്ടു എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഇതെല്ലാം തന്നെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങളാണ്. ഈ നൗഷാര സെക്ടറിൽ 2 പാകിസ്ഥാൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നുള്ളത് അത് പ്രതിരോധ മന്ത്രാലയം മാത്രമല്ല നന്ദഗോപൻ, ഈ നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോഴും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായും പ്രതിരോധ മന്ത്രിയുമായി ആഭ്യന്തരമന്ത്രിയുമായും ഒക്കെ സംസാരിച്ച് ഇതൊക്കെ നിരീക്ഷിച്ചിരിപ്പാണ്. നമ്മുടെ പദ്ധതികൾ ചർച്ച ചെയ്ത് അത് കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിപ്പാണ്. മറുവശത്ത് പാകിസ്ഥാനിൽ അവരുടെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളുടെ സഹായം യാചിച്ച് ബങ്കറിൽ പോയി ഒളിച്ചിരിപ്പാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പിടിച്ചു നിൽക്കാനാവാത്ത ദുരവസ്ഥയിലേക്കോ പാകിസ്ഥാന്റെ പോക്ക്? അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതനുസരിച്ച് കറാച്ചി പോർട്ട് എന്നുള്ളത് പാകിസ്ഥാന്റെ ഒരു പ്രധാന വരുമാന മാർഗമായിരുന്നു. ചരക്ക് നീക്കം മാത്രമല്ല വലിയ വരുമാന സ്രോതസ് കൂടിയായിരുന്നു പാകിസ്ഥാന്റെ ഈ കറാച്ചി പോർട്ട് എന്നുള്ളത്. അത് പൂർണ്ണമായും തകർത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അനൗദ്യോഗികമായി ലഭിക്കുന്നത്. സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി, വലിയ പ്രഹരം, വലിയ നഷ്ടം, വലിയ നാശമാണ് പാകിസ്ഥാൻ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ വിവിധ മേഖലകളിലേക്ക് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അതും സ്ഥിരീകരിച്ചിട്ടില്ല. ഏതാണ്ട് 60 കിലോമീറ്ററോളം മേഖലകളിലേക്ക് ഭാരതത്തിന്റെ സൈന്യം എത്തപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. എന്നാൽ അതൊന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ശക്തമായ രീതിയിൽ ഭാരതം പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിട്ടുവീഴ്ചയും ഒരു തരത്തിലും കാട്ടുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അതായത് നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ച പോലെ തന്നെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഓപ്പറേഷൻ സിന്ദൂർ, അത് അർദ്ധരാത്രിയിലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. ഏകദേശം ഈ ഒരു സമയത്ത് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ അത് പൂർണ്ണമായും അവിടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർന്ന് അതിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തിയായിരുന്നു. ഈ ആക്രമണം നടത്തി മുഴുവനായി ഈ 9 കേന്ദ്രങ്ങളും പൂർണ്ണമായി തകർന്ന് ഭാരതത്തിന്റെ സൈനികരും അതേപോലെ തന്നെ ഭാരതത്തിന്റെ മറ്റ് യുദ്ധ ഉപകരണങ്ങളും ഒക്കെ തന്നെ സേഫാണ് എന്ന ബോധ്യം വന്നതിന് ശേഷം മാത്രമാണ് അദ്ദേഹം മറ്റ് പരിപാടികളിലേക്ക് കടന്നത്. അതിനു മുമ്പേ മുഴുവൻ സമയവും ഇതുമായി ബന്ധപ്പെട്ട് ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നും ഇപ്പോൾ സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രധാനമന്ത്രി ഇപ്പോൾ നമ്മൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫുമായി ഇപ്പോൾ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോ കല്യാൺ മാർഗിലെ വസതിയിൽ, പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഒപ്പം തന്നെ നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ ബോർഡറിലുള്ള മുഴുവൻ പാരാമിലിറ്ററി ഫോഴ്സിന്റെയും DGമാരുമായി സംസാരിച്ചിരുന്നു. പ്രധാനമായും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, അതേപോലെ തന്നെ ആസാം റൈഫിൾസ്, ഒപ്പം തന്നെ ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ യൂണിറ്റ് ഈ ലേ അടക്കമുള്ള മേഖലകളിലുണ്ട്. അങ്ങനെ ITBP മേധാവിയുമായും അങ്ങനെ വിവിധ അർദ്ധ സൈനിക വിഭാഗങ്ങൾ, ബോർഡർ കാക്കുന്ന CRPF അടക്കമുള്ള അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ BSF അടക്കമുള്ള വിഭാഗങ്ങളുടെ DGമാരുമായും ഇതിനോടകം തന്നെ സംഭാഷണം നടത്തി. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട, തിരിച്ചടിക്കുവാൻ വേണ്ടി ഒരു ഉത്തരവിനും കാത്തു നിൽക്കേണ്ട എന്നുള്ളതാണ് പ്രധാനമായും ഡൽഹിയിൽ നിന്നും നൽകിയിട്ടുള്ള നിർദ്ദേശം. അത് നേരത്തെ തന്നെ 3 സൈനിക മേധാവിമാർക്കും കര, വ്യോമ, നാവിക സേനാ മേധാവിമാരുമായി പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ അതുതന്നെയായിരുന്നു, അത്തരം നിർദ്ദേശങ്ങളായിരുന്നു നൽകിയിരുന്നത്. പൂർണ്ണ സ്വാതന്ത്ര്യം, പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കുവാൻ വേണ്ടി പൂർണ്ണ സ്വാതന്ത്ര്യം, അതിന് ഒരു ഉത്തരവിനോ അല്ലെങ്കിൽ ഒരു കോളിനോ ഒന്നും തന്നെ വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല, കയറി അടിക്കുവാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ആ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഭാരതത്തിലെ സൈനിക ഗൗതം അനന്തനാരായണിലേക്ക്. ഗൗതം, ഈ കറാച്ചി തുറമുഖത്ത് വൻ ആക്രമണം എന്നത് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയാണ്. അസിം മുനീറിനെ കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്ത വരുന്നു, പകരം ചുമതല ഏൽപ്പിക്കപ്പെട്ടു എന്ന് വാർത്ത വരുന്നു. പാക് പ്രധാനമന്ത്രി വിദേശ സഹായം തേടുന്നു, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറയുന്നു. അതായത് നമ്മൾ പാക് പാർലമെന്റിൽ കണ്ട ആ കരച്ചിലുണ്ടല്ലോ ഒരു MP യുടെ,
ദൈവത്തിനെ ഇനി ഞങ്ങളെ രക്ഷിക്കാനാകൂ എന്ന്. അത് അന്വർത്ഥമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പോകുന്നു എങ്കിൽ പാകിസ്ഥാന്റെ അവസ്ഥ എന്താണ്? ഐസൻ, പാക് പ്രധാനമന്ത്രി വിദേശ രാഷ്ട്രങ്ങളോട് സഹായം യാചിക്കുന്നു. നേരത്തെ തന്നെ പല വിദേശ രാഷ്ട്രങ്ങളും പറഞ്ഞതാണ് യുദ്ധത്തിലേക്ക് പോകേണ്ടതില്ല, അല്ലെങ്കിൽ ഭാരതത്തെ ആക്രമിക്കേണ്ട സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് നേരത്തെ പറഞ്ഞതാണ്. UN സുരക്ഷാ കൗൺസിൽ പറഞ്ഞത് നമുക്കറിയാമല്ലോ. അതായത് ആണവായുധം എന്ന വാക്ക് പ്രയോഗിച്ച് ചൊടിപ്പിച്ചത് നിങ്ങളാണ്, തുടരെ മിസൈൽ വർഷിച്ച് പ്രകോപിപ്പിക്കുന്നത് നിങ്ങളാണ്, നിങ്ങൾ അടങ്ങിയിരിക്കൂ എന്ന് കൃത്യമായി UN സുരക്ഷാ കൗൺസിലിൽ പാക് പ്രതിനിധിയെ നിർത്തിപ്പൊരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു പാക് പ്രധാനമന്ത്രി. അതാകട്ടെ, പാക് പ്രധാനമന്ത്രി ഇപ്പോൾ ഓഫീസിലില്ല. അതിനടുത്ത് അയാളുടെ വസതിക്കടുത്ത് വൻ സ്ഫോടനമുണ്ടായെന്ന വാർത്ത, പിന്നീട് ബംഗറിലേക്ക് ഒളിച്ചു എന്ന വാർത്ത വരുന്നു. കരസേനാ മേധാവി, സൈനിക മേധാവി അറസ്റ്റ് പിടിയിലായെന്ന വാർത്ത വരുന്നു. അങ്ങനെ അപ്പാടെ പാളുകയാണ് പാകിസ്ഥാന്റെ നീക്കങ്ങളൊക്കെയും. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഈ അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പോകുന്നുവെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് എന്ത്? തീർച്ചയായും വലിയൊരു ആഘാതം തന്നെയാണ് പാകിസ്ഥാനിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിശക്തമായ ആക്രമണം കര, നാവിക, വ്യോമസേനകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. INS വിക്രാന്തിൽ നിന്നും കൃത്യമായ മിസൈലുകൾ, അതായത് സർഫസ് ടു സർഫസ് മിസൈലുകളും സർഫസ് ടു എയർ മിസൈലുകളും സജ്ജീകരിക്കപ്പെട്ട സങ്കീർണമായ മുറകൾക്ക് സംവിധാനങ്ങളുള്ള ഈ INS വിക്രാന്ത് എന്ന് പറയുന്ന ആ കപ്പൽ, പടക്കപ്പൽ, ഈ അടുത്ത് ഭാരതം തനതായി നിർമ്മിച്ച INS വിക്രാന്ത് കൃത്യമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. നിലവിൽ INS വിക്രാന്തിൽ വിന്യസിച്ചിരിക്കുന്ന പോർ വിമാനങ്ങൾ MiG-29 വിമാനങ്ങളാണ്. MiG-29 വിമാനങ്ങൾ ഇപ്പോൾ പോർ മുഖത്ത് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത് കടലിൽ നിന്നുള്ള ഈ വിമാനവാഹിനി കപ്പലിൽ നിന്നുമുള്ള ഒരു ആക്രമണം പോർമുഖത്ത് എത്തിയിട്ടില്ല എന്നൊരു സൂചനയാണ് ലഭ്യമാകുന്നത്. എന്നാൽ മറിച്ച് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു രീതിയിലുള്ള ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ അതിശക്തമായ മിസൈൽ ആക്രമണം കറാച്ചി പോർട്ടിൽ നടന്നിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കറാച്ചി പോർട്ടിൻ്റെ അവസ്ഥ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 1971 ഇൻഡോ പാക് വാറിലെ കറാച്ചി പോർട്ടിലെ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു. അതിശക്തമായ ഒരു ആക്രമണം കറാച്ചി പോർട്ടിൽ നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പാകിസ്ഥാൻ്റെ എക്സ്പോർട്ടിൻ്റെയും അതുപോലെ പാകിസ്ഥാൻ്റെ വാണിജ്യ സൈനിക സംവിധാനങ്ങളുടെ മുഴുവൻ ഒരു ഹബ്ബായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കറാച്ചി പോർട്ട്. അതുകൊണ്ട് തന്നെ കറാച്ചി പോർട്ടിൽ നിന്നും ഇത്തരത്തിലൊരു നീക്കമുണ്ടായാൽ, കറാച്ചി പോർട്ടിന് ഇത്തരത്തിലൊരു ആഘാതമുണ്ടായാൽ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ കറാച്ചിയിലും അതുപോലെ വിവിധ നഗരങ്ങളിൽ, 4ഓളം നഗരങ്ങളിൽ വളരെ കൃത്യമായ ഒരു ആക്രമണം, ലാഹോറിലും കറാച്ചിയിലും അതുപോലെ തന്നെ ഇസ്ലാമാബാദിലും എല്ലാം തന്നെ കൃത്യമായ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ് നിലവിലെ സൂചനകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നൌഷേര സെക്ടറിലും അതുപോലെ തന്നെ പൂഞ്ച് മേഖലകളിലെല്ലാം തന്നെ ആർട്ടിലറി ഫയറിംഗ് അതിശക്തമായി നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അതിശക്തമായ ആർട്ടിലറി ഫയറിംഗ് കൂടി നടക്കുമ്പോൾ സ്വാഭാവികമായും ഭാരതത്തിൻ്റെ സൈന്യം അവിടെ സൈനികമായൊരു മുന്നേറ്റം, നേരത്തെ നടക്കുന്നത് ഒരു നോക്കൌട്ട് പഞ്ച് എന്നൊക്കെ പറയുന്ന ഒരു മിലിറ്ററി നീക്കമാണെങ്കിൽ ഇപ്പോൾ നിലവിലെ സൂചനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശക്തമായ ഒരു കരസേനയുടെ വിന്യാസവും കരസേന ആർട്ടിലറി നീക്കങ്ങളുമാണ്. ആർട്ടിലറി ഫയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ആർട്ടിലറി അതായത് സൈന്യത്തിന്, അതായത് കാലാൾപ്പട എന്ന് പറയുന്ന രീതിയിലുള്ള കൃത്യമായ ആർമിക്ക് കടന്നു കയറുന്നതിനുള്ള അല്ലെങ്കിൽ യുദ്ധഭൂമിയിലേക്ക് എത്തുന്നതിന് മുൻപ് ആ അന്തരീക്ഷം ഒരുക്കുന്നതിൻ്റെ ഒരു കവർ ഫയറിംഗ് നടക്കുന്ന സംവിധാനമാണ് ആർട്ടിലറി ഫയറിംഗ്. ആർട്ടിലറി ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ നൌഷേര സെക്ടറിലെല്ലാം തന്നെ അതിശക്തമായി നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ ഈ വെടിനിർത്തൽ ധാരണകൾ ലംഘിക്കുകയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ആ മേഖലകളിലാണ് ഇത്തരത്തിൽ അതിശക്തമായ ഒരു ആക്രമണം കരസേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പാക് പാളയത്തിൽ തന്നെ പട എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം, അതായത് ഒരു ഭാഗത്തുനിന്ന് ഹിന്ദുസ്ഥാൻ്റെ കടന്നാക്രമണം, മറുഭാഗത്ത് നിന്ന് ബലൂചിസ്ഥാൻ്റെ കടന്നാക്രമണം. ബലൂച്ചുകൾ കൊറ്റ പിടിച്ചെടുത്തു എന്ന വിവരമാണ് ലഭിക്കുന്നത്. പാക് പട്ടാളം കൊറ്റ ഒഴിഞ്ഞുപോയി എന്ന വാർത്ത പുറത്ത് വരുന്നു. ഈ സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി, അദ്ദേഹം ഒളിവിൽ പോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, പാകിസ്ഥാൻ കരസേനാ മേധാവി അസിം മുനീറിനെ മാറ്റി എന്ന വാർത്തയും പുറത്ത് വരുന്നു.
അസിം മുനീർ അല്ലേ, വാക്കുകൾ കൊണ്ട് മാത്രം പിടിച്ചു നിന്ന ഒരു കരസേനാ മേധാവി, അദ്ദേഹം സമ്പൂർണ്ണ പരാജയമാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണല്ലോ, തെളിഞ്ഞതുകൊണ്ടാണല്ലോ അസിം മുനീറിനെ ഇപ്പോൾ പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതായിട്ടുള്ള വാർത്ത വരുന്നത്. പുതുതായി ഒരാളെ നിയമിക്കുന്നു എന്ന വാർത്തയും പുറത്ത് വരുന്നുണ്ട്. പാകിസ്ഥാൻ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അനിൽ നമ്പ്യാർ, പാകിസ്ഥാൻ വലിയൊരു പരാജയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വൻ വീഴ്ച തന്നെ ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. നമുക്ക് അറിയാവുന്നതാണ്, ബലൂചിസ്ഥാൻ പോലുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ശക്തമായൊരു സാന്നിധ്യമുണ്ട്. ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഏറ്റവും വലിയ പ്രശ്നം, അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നം തന്നെ അവഗണിക്കപ്പെടുന്നു. സിന്ധ് പ്രവിശ്യകളെ പോലെ, സിന്ധിനെ പോലെയും അല്ലെങ്കിൽ പഞ്ചാബ് മേഖലകളെ പോലെ പാകിസ്ഥാൻ്റെ ഒരു ഭാഗമായി പരിഗണിക്കപ്പെടുന്നില്ല എന്ന ഒരു കൃത്യമായൊരു പരാതി നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, നമുക്കറിയാവുന്നതാണ് പാകിസ്ഥാൻ്റെ 5% ജനസംഖ്യയുള്ള പ്രദേശമാണ് എങ്കിൽ കൂടി വലിയൊരു 50% ഭൂമി, പാകിസ്ഥാൻ്റെ ഭൂമി നിൽക്കുന്നത് ഈ ബലൂജ്, ഖൈബർ പഖ്തൂൺഖ്വ എന്നീ പ്രദേശങ്ങളിലെല്ലാമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലുള്ള ശക്തമായ ഒരു പ്രതിരോധ സാന്നിധ്യം നമുക്കറിയാവുന്നതാണ്. ട്രെയിൻ തട്ടിയെടുത്ത സംഭവങ്ങളെല്ലാം തന്നെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് ഒരു 3 ദിവസം മുമ്പാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ അനുകൂല പോരാളികളുടെ ഭാഗമായി നിൽക്കുന്ന ഒരു പുരോഹിതൻ, ഒരു മുസ്ലിം പുരോഹിതൻ തന്നെ വളരെ കൃത്യമായൊരു സൂചന പാകിസ്ഥാനെ നൽകുകയും ചെയ്തു. 1971 മറക്കരുത് ഭാരതത്തോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ എന്ന് കൃത്യമായി അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് അതിശക്തമായ ആക്രമണം ലാഹോറിലും ഇസ്ലാമാബാദിലും എല്ലാം തന്നെ അതിശക്തമായൊരു ആക്രമണം, കറാച്ചിയിലുമെല്ലാം തന്നെ നടക്കുന്നൊരു സാഹചര്യത്തിൽ, കൃത്യമായൊരു ആക്രമണം നടക്കുന്നൊരു സാഹചര്യത്തിൽ ബലൂചിസ്ഥാനും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു മുന്നേറ്റം നടത്തുന്നു. അതായത് ഇക്കണ്ട കാലം അവർ അനുഭവിച്ചിരുന്ന പാകിസ്ഥാനിലെ രാഷ്ട്രമായ ഭാഗമായിട്ട് കൂടി അവർ അനുഭവിച്ചിരുന്ന ഒരു അവഗണനയെ ഒഴിവാക്കുന്നതിന്, അല്ലെങ്കിൽ അവഗണനയെ കൃത്യമായി അഭിസംബോധന ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ശക്തമായ ആക്രമണം ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായും ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആ ഒരു പ്രതിരോധം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന് ശക്തമായ സ്വാധീനമില്ലാത്തൊരു മേഖല കൂടിയാണ് ഈ ഖൈബർ പഖ്തൂൺഖ്വ എന്നൊക്കെ പറയുന്ന മേഖല. അതുകൊണ്ട് തന്നെ ആ മേഖലയിലെല്ലാം തന്നെ ശക്തമായൊരു ആക്രമണം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തതോടെ വലിയൊരു പ്രതിസന്ധി ആർമിക്ക് നേരിടേണ്ടി വരികയും ആർമി പിന്മാറുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ അടുത്ത കാലത്ത്, അതായത് കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ കണ്ടതാണ്, സിറിയയിലെ ഒരു ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉയർന്നു വന്നതും സിറിയ അവിടെയുള്ള ബഷാർ അൽ അസദിനെ പുറത്താക്കി മറ്റൊരു സംവിധാനത്തിലേക്ക് പോവുകയും ചെയ്തത്. അതുപോലുള്ള ഒരു നീക്കം, അതായത് പലയിടങ്ങളിലും സിറിയയിൽ എന്താണോ സംഭവിച്ചത്, സിറിയയിൽ ഇത്തരത്തിലുള്ളൊരു സംവിധാനം, ഒരു ആഭ്യന്തര സംവിധാനം ഉയർന്നു വന്നപ്പോൾ ആ സിറിയയിൽ നിന്നും അവിടെ നിന്നുള്ള ഭരണം തന്നെ ഒഴിവായിപ്പോയി, സിറിയയിൽ നിന്നുള്ള പട്ടാളം പിന്മാറിയ ഒരു സാഹചര്യമാണ് ഉണ്ടായി സിറിയയിലെ ഈ മേഖലകളിൽ നിന്നും. അതുപോലെ പട്ടാളം പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ നിയമവാഴ്ചയും നിയമാധികാരവും സ്റ്റേറ്റിൻ്റെ നിയന്ത്രണവുമെല്ലാം പാകിസ്ഥാൻ എന്ന നിലയിൽ നഷ്ടപ്പെടുകയും ബലൂചിസ്ഥാൻ അത് പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. ക്വറ്റ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരം, പാകിസ്ഥാൻ്റെ ഏറ്റവും സുപ്രധാനമായൊരു നഗരം ഇപ്പോൾ അവർ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അവർ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചത് വഴി ഭാരതത്തിൻ്റെ ശത്രുത വിളിച്ചു വരുത്തുകയും ആ വിളിച്ചു വരുത്തിയ ശത്രുതയുടെ ഭാഗമായി വലിയൊരാക്രമണം കരനാവിക വ്യോമസേനയുടെ, ഭാരതത്തിൻ്റെ സൈന്യമെന്ന് പറയുന്നത് അതിശക്തമായൊരു സൈനിക സംവിധാനമാണ് പാകിസ്ഥാനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അത്തരത്തിലുള്ള അതിസങ്കീർണമായ സൈനിക സംവിധാനങ്ങളെല്ലാം തന്നെ ഒറ്റയടിക്ക് ആക്രമണത്തിന് ഒരുങ്ങിയിരിക്കുന്നു. നൗഷേര സെക്ടറിൽ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിലറി ഫയറിംഗ് നടക്കുന്നു, അതുപോലെ തന്നെ പോരാട്ടങ്ങൾ നടക്കുന്നു, മിസൈൽ ആക്രമണം കൃത്യമായി. 24 യുദ്ധക്കപ്പലുകളാണ് ഇപ്പോൾ കടലിൽ അണിനിരന്നിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 24 യുദ്ധക്കപ്പലുകൾ, ഭാരതത്തിൻ്റെ 24 യുദ്ധക്കപ്പലുകൾ കടലിൽ അണിനിരന്നിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു, തുർക്കിയുടെ കാർഗോ വിമാനം കറാച്ചിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് ഐസൻ. അപ്പോൾ സ്വാഭാവികമായും ഇനി ഒരുപക്ഷേ നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു, പാകിസ്ഥാൻ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളുടെ സഹായം യാചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷേ നമുക്കറിയാം, നേരത്തെ തന്നെ പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ചതാണ് ചൈനയും തുർക്കിയും, അല്ലേ? പരോക്ഷമായി അവരുടെ സഹായം ഉണ്ടായിരുന്നു, പിന്തുണ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ സഹായവുമായി എത്തിയതായിരിക്കുമോ ഈ തുർക്കി? അതുകൊണ്ടാണോ തുർക്കിയുടെ കാർഗോ വിമാനം കറാച്ചിയിൽ ലാൻഡ് ചെയ്തു എന്ന ഒരു വാർത്ത വരുന്നത്? സ്ഥിരീകരിക്കപ്പെടാത്തതാണ്. പക്ഷേ എങ്കിലും സ്വാഭാവികമായി അത്തരത്തിലൊരു യാചനയുടെ പശ്ചാത്തലത്തിൽ, പാക് പ്രധാനമന്ത്രിയുടെ യാചനയുടെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ പറന്നിറങ്ങിയതാവാം തുർക്കിയുടെ കാർഗോ വിമാനം. അങ്ങനെ സംശയിക്കാലോ?
തീർച്ചയായും അനിൽ നമ്പ്യാർ, ഇപ്പോൾ തുർക്കി, അതായത് തുർക്കിയുടെ ഒരു പടക്കപ്പൽ, ശക്തമായൊരു പടക്കപ്പൽ കറാച്ചി തീരത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ കറാച്ചി തീരത്തുണ്ടായിരുന്ന പടക്കപ്പലിനെ സുരക്ഷിതമായി അവിടെ തന്നെ നിലനിർത്താനുള്ളൊരു നീക്കം കറാച്ചിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആ തുറമുഖങ്ങളിൽ അടുത്ത തുർക്കിയുടെ കപ്പലുകളെ ഒരു പക്ഷേ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ അതിന് ആവശ്യമായ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഈ കാർഗോ വിമാനം എത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന ഒരു സൂചന. എന്നാൽ ഇതെല്ലാം തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഈ വിമാനം എത്തിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം കൂടി ഇനി ലഭ്യമാകേണ്ടതുണ്ട്. അത്തരത്തിൽ വിമാനം എത്തിയിട്ടുണ്ട് എങ്കിൽ തന്നെ കൃത്യമായും ഒരു ലക്ഷ്യം അതിന് പിന്നിലുണ്ടായിരിക്കാം. ഒരു പക്ഷേ ആ തുർക്കിയുടെ വിമാനത്തിൽ ഒരു രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ രക്ഷപ്പെടാനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായി കൂടിയായിരിക്കാം ഈ തുർക്കിയുടെ വിമാനം എത്തിയത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ, ഒരു രാജ്യത്തിന് ഒരു സൈന്യമുണ്ട് എന്ന രീതിയാണ് ലോകത്തെല്ലാം തന്നെ ആ സൈന്യത്തെക്കുറിച്ച് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സൈന്യവും എന്ന രീതിയിലാണ് കാണുന്നതെങ്കിൽ, ഒരു സൈന്യത്തിന് ഒരു രാഷ്ട്രമുണ്ട് എന്നൊരു രീതിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് അതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ ഈ സൈന്യമാണ് താത്വികമായും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളെ നിയന്ത്രിക്കുന്നത്. ആ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തന്നെ അത് പല രീതിയിലാണ്. പാകിസ്ഥാൻ ഇമ്രാൻഖാൻ്റെ പാർട്ടിയുണ്ട്, അതുപോലെ തന്നെ പീപ്പിൾസ് പാർട്ടിയുണ്ട്, അതുപോലെ മറ്റ് ഇത്തരത്തിലുള്ള വിവിധ പാർട്ടികൾക്കൊന്നും തന്നെ പാർട്ടികളുടേതായ ഒരു ഉറച്ച നിലപാട് ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഉറച്ച നിലപാടില്ലാത്ത സാഹചര്യത്തിലേക്ക് വഴിവെക്കുന്നത് ഈ പട്ടാളത്തിൻ്റെ ഇടപെടൽ തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ പട്ടാളത്തിന് പോലും നിൽക്കക്കള്ളിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമി പട്ടാളത്തിന് വരെ എതിർക്കുന്നു. അതായത് പാകിസ്ഥാനിലെ ഒരു സംവിധാനം, ഒരു വിഭാഗം തന്നെ പട്ടാളത്തെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കടുത്ത ഒരു ആശങ്ക നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു. അതായത് പാക് സൈന്യത്തിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോകുന്നു അല്ലേ? അതിൽ ഭൂരിഭാഗവും ബലൂജികളാണ്. പ്രത്യേകിച്ച് ബലൂജികൾ അവരുടെ വിമോചന പോരാട്ടവുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ സേനയിലെ ബലൂജികൾ അവർ സൈന്യം ഉപേക്ഷിച്ച് പോകുന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അതുകൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതാണ്. തീർച്ചയായും സൈനിക സേവനം ഉപേക്ഷിച്ച് ബലൂജിലെ ആൾക്കാർ പോകുന്ന ഒരു സാഹചര്യം അത് നേരത്തെ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ബലൂജ് ലിബറേഷൻ്റെ ആ ഒരു അവസ്ഥ, ബലൂജിനെ മോചിപ്പിക്കണം, ബലൂജിനെ മറ്റൊരു സംവിധാനമാക്കി മാറ്റണം. കാരണം ഈ അവഗണന തന്നെയാണ് അവരെ ഏറ്റവും വലിയൊരു പ്രശ്നമായി കാണുന്നത്. അതായത് സിന്ധിൻ്റെയും അതുപോലെ പഞ്ചാബിൻ്റെയും ചേർന്ന പാകിസ്ഥാൻ്റെ ആ ഭാഗങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ മേഖലകളിൽ ലഭിക്കുന്ന സുരക്ഷിതത്വം ബലൂജിന് ലഭിക്കുന്നില്ല, ബലൂജ് മേഖലയ്ക്ക് ലഭിക്കുന്നില്ല എന്നൊരു വലിയ പരാതിയാണ്. പക്ഷേ നമുക്കറിയാവുന്നതാണ്, വലിയൊരു ഭാഗം, ഭൂമിയുടെ വലിയൊരു ഭാഗം, പകുതിയോളം ഭൂമി ആ മേഖലയിലുള്ളതാണ് എങ്കിൽ കൂടി വളരെ ചെറിയൊരു ജനസംഖ്യ കൂടിയാണ് ആ പ്രദേശത്തുള്ളത്. സ്വാഭാവികമായും അതിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേണുകളും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രാധാന്യവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പ്രാധാന്യവും പരിശോധിക്കുമ്പോൾ അത്തരത്തിലൊരു സാധ്യത അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ പറ്റിയ ഒരു മേഖലയല്ല. വളരെ ചെറിയൊരു ജനസംഖ്യ മാത്രമാണുള്ളത്. പാകിസ്ഥാൻ്റെ ജനസംഖ്യയുടെ 5% മാത്രമാണ് ബലൂജ് മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ പ്രത്യേകമായി പരിഗണിക്കേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബലൂജിൽ വളരെ ശക്തമായ ഒരു പ്രത്യാക്രമണം ആരംഭിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ബലൂജ് ലിബറേഷൻ ആർമി കൊറ്റ പിടിച്ചെടുക്കുന്നു.